140 നിയോജക മണ്ഡലങ്ങളിലൂടെയുമുള്ള ജൈത്രയാത്ര തുടർന്ന് റിപ്പോർട്ടർ ടിവിയുമായി സഹകരിച്ച് ടാൽറോപ്പ് നടത്തുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവ് ഏറ്റെടുത്ത് കൊട്ടാരക്കര. ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് നേരത്തെ സജ്ജരാകാൻ തയ്യാറെടുത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. എഡ്യൂക്കേഷൻ, ടെക്നോളജി മേഖലകളിൽ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് തുടക്കമിട്ടാണ് കൊട്ടാരക്കര കോൺക്ലേവ് സമാപിച്ചത്. ടെക്നോളജി ലോകത്തെ നിയന്ത്രിക്കുമ്പോൾ ആ ലോകത്തേക്ക് രക്ഷാകർതൃ വിദ്യാർത്ഥി സമൂഹത്തെ സജ്ജരാക്കുകയാണ് ടാൽറോപ്പ് റിപ്പോർട്ടർ ടിവിയുമായി സഹകരിച്ച സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലുമായി നടത്തുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവിലൂടെ. അറിവുകൊണ്ട് സജ്ജരാകാം ടെക്നോളജിയുടെ ലോകത്തേക്ക് എന്ന പ്രമേയത്തിൽ നടന്നുവരുന്ന കോൺക്ലേവ് ഇതിനകം നിരവധി നിയോജക മണ്ഡലങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും പുതിയ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയുമായി സഹകരിച്ച് നടത്തുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവുകളിലൂടെ ടാൽറോപ്പ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ ഓരോ നിയോജക മണ്ഡലങ്ങളും പൂർത്തിയാക്കി വരുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ഏത് കാലത്തും മനുഷ്യ സമൂഹം ജീവിച്ചത് ടെക്നോളജി വികസിപ്പിച്ചിട്ടാണ്, സാങ്കേതികവിദ്യ വികസിപ്പിച്ചിട്ടാണ്. ആ സാങ്കേതികവിദ്യ വികസിപ്പിച്ചാലേ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് പുതിയ കാലത്ത് ടെക്നോളജിയുടെ കാലമാണ്. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഗുണവശങ്ങളും പോരായ്മകളും പഠന വിധേയമാക്കി തയ്യാറാക്കിയ പരിവർത്തന മാതൃകകൾ, ടെക്നോളജി എഡ്യൂക്കേഷൻ അടിസ്ഥാന വിദ്യാഭ്യാസമായി മാറേണ്ടതിന്റെ ആവശ്യകത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ടെക്നോളജിയുടെ ഏറ്റവും നൂതന അപ്ഡേഷനുകൾക്കനുസരിച്ച് പഠന രീതിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ തുടങ്ങി രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തി പ്രമുഖ വ്യക്തിത്വങ്ങൾ നയിക്കുന്ന ചർച്ചകളാണ് കോൺക്ലേവിന്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്ന്. ചിന്തയും ചിരിയും സമ്മാനിച്ച് നടനും എഴുത്തുകാരനുമായ ജോസഫ് അന്നംകുട്ടി ജോസ്. പ്ലീസ് അപ്രീഷിയേറ്റ് യുവർ ചിൽഡ്രൻ ഫ്രം ദ ഹാർട്ട്. ഹൃദയത്തിൽ നിന്ന് എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എളുപ്പമല്ലെന്ന് എനിക്കറിയാം. കാലത്തിനൊത്ത കരിയർ കയ്യെത്തും ദൂരത്തുണ്ടെന്ന് പരിചയപ്പെടുത്തി ലൈഫോളജി ചീഫ് മെന്റർ ആൻഡ് സീനിയർ ലൈഫ് സ്ട്രാറ്റജിസ്റ്റ് ഹരീഷ് മഹാദേവൻ. എഡ്യൂക്കേഷനും എംപ്ലോയ്മെൻറ്റും തമ്മിൽ നല്ലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ടെക്നോളജി അപ്പോൾ ഫില്ല് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്യണം, അല്ലാതെ അവരുടെ രുചികളെ അടിച്ചമർത്തരുത്. ടാൽറോപ്പ് ഒരുക്കി വരുന്ന ആഗോള സംരംഭങ്ങൾ വളർന്നു വരാൻ സഹായകമായ ഇക്കോസിസ്റ്റത്തെക്കുറിച്ച് ടാൽറോപ്പ് ഡയറക്ടർ ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോൺസ് ജോസഫ്. ഈ സ്റ്റാർട്ടപ്പ് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് സക്സസ് ആകണം, അല്ലേ? സ്റ്റാർട്ടപ്പ് എന്ത് ചെയ്യണം? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഈ ലോകത്തുള്ള 193 രാജ്യങ്ങളിലേക്കും നമ്മുടെ കമ്പനികൾ എന്ത് ചെയ്യണം? പോകണം. US-ലെ വാൾമാർട്ടിൻ്റെ ഷെൽഫിൽ നമ്മുടെ പ്രൊഡക്റ്റ് കാണണം, റഷ്യയിലെ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് കാണണം, ചൈനയിലെ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് കാണണം. അങ്ങനെ ചെയ്യണമെങ്കിലാണ് നമുക്കൊരു ഇക്കോസിസ്റ്റം വേണ്ടത്. പ്രമുഖരുമായി നടത്തിയ 1 മണിക്കൂറോളം നീണ്ട സംവാദത്തിന്റെ ത്രില്ലിലാണ് ഓരോ വിദ്യാർത്ഥിയും രക്ഷിതാവും വേദിവിട്ടത്. നല്ല പ്രോഗ്രാമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജോസഫ് അന്നംകുട്ടിയുടെ സ്പീച്ച് വളരെ നല്ലതായിരുന്നു. ഇറ്റ് വാസ് ലൈവ്ലി, നല്ലതായിരുന്നു, നല്ല പ്രോഗ്രാമായിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു എൻ്റെ ടീം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, പ്രോഗ്രാമായിരുന്നു, ഇഷ്ടപ്പെട്ടു, നല്ല യൂസ്ഫുൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അപ്പം കുറെ ആൾ പഠിക്കാൻ പറ്റും. +2 കഴിഞ്ഞ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം എഞ്ചിനീയറിംഗ് പഠനം സാധ്യമാക്കുന്ന സ്കൂൾ ഓഫ് ടെക്നോളജി, അഭിരുചിയുള്ള കുട്ടികളെ സ്പേസ് സയൻസിന്റെ മായാലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന സ്പേസ് മാസ്റ്റേഴ്സ് തുടങ്ങി ടാൽറോപ്പിന്റെ വിവിധ പ്രൊജക്ടുകളുടെ ലോഞ്ചും കോൺക്ലേവിൽ നടന്നു. പ്രശസ്ത അവതാരക മീര അനിൽ അവതാരകയായ ചടങ്ങിൽ എജുഗോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം, ടാൽറോപ്പ് ഡയറക്ടർ ആൻഡ് ചീഫ് ടെക്നോളജി ഓഫീസർ സോബിർ നജ്മുദ്ദീൻ, റിപ്പോർട്ടർ TV കൊല്ലം ബ്യൂറോ ചീഫ് ദിലീപ് ദേവസ്യ, ടാൽറോപ്പ് പ്രൊജക്ട് മാനേജർ ഗായത്രി ദേവി R, ടാൽറോപ്പ് ഫിസിക്സ് ടീം ലീഡ് മുഹമ്മദ് ഹഫീസ് NS, ടൈഗ്സ് വാലി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിമ്യ VP, ടാൽറോപ്പ് അക്കാദമിക് ടീം ലീഡ് അജ്മൽ ഇബിൻ മുഹമ്മദ് ഹൽതാഫ് തുടങ്ങിയവരും പങ്കെടുത്തു. റിപ്പോർട്ടർ കൊല്ലം.